നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ആ കാര്യം നടന്നിരിക്കുകയാണ്. സാവിയെ ഒഫീഷ്യലായി തന്നെ പ്രവചിച്ചിട്ടുണ്ട്, ബാഴ്സലോണ പുറത്താക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ വലിയൊരു ചതി തന്നെയാണ്. എന്തായാലും നേരത്തെ അറിഞ്ഞ കാര്യമാണെങ്കിലും ഇതൊരു ചതി തന്നെയാണ്. കാരണം സാവി പോകുമെന്ന് പറഞ്ഞ സാവിനെ പിടിച്ചു നിർത്തിയിട്ട് ഇതൊരു പന്ന പരിപാടി തന്നെയാണ് ബാഴ്സലോണയും അതുപോലെ തൻ്റെ പ്രസിഡൻ്റ് ലാപ്പോർട്ടയും കാണിക്കുന്നത് ബാഴ്സലോണയുടെ. എന്തായാലും വളരെ മോശം കാര്യം തന്നെയാണ് ബാഴ്സലോണ കാണിച്ചേക്കുന്നത്. എന്തായാലും സാവി പോയിരിക്കുകയാണ്. ഒരു നല്ല കരിയർ ആയിരുന്നു എന്ന് വെച്ചാൽ ബാഴ്സലോണ ഒരു നല്ല കോച്ചിങ് കരിയർ അല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ അവർ ലാ ലീഗ നേടിയെങ്കിൽ ഈ സീസണിൽ ഒരു ട്രോഫിലെസ് ആയിരുന്നു സംഭവിച്ചത്. അവർക്ക് എന്തായാലും ഒരു മികച്ച കോച്ചിങ് കരിയർ അല്ല ഇപ്പോൾ 2 വർഷമായി ബാഴ്സലോണയെ നേരിട്ടത്. എന്തായാലും ലാപ്പോർട്ട ഒരു വൻ ചതി തന്നെ നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ കൂടി കാഴ്ച വെച്ച് പരസ്പരം കൈ കൊടുത്ത് തന്നെയാണ് പിരിഞ്ഞതെന്നാണ് അവരിട്ടേക്കുന്നത്, അവരെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ബാഴ്സലോണ ഇട്ടേക്കുന്നത്. എന്തായാലും സാവിയുടെ പകരക്കാരൻ ആരാണ്, ഇതിനെക്കുറിച്ചൊരു കൺഫേം വന്നിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാൻസ് ഫ്ലിക്ക് ആയിരിക്കും ബാർസയുടെ പകരക്കാരൻ. താൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ബാർസയിൽ ജോയിൻ ചെയ്യാൻ. എന്തായാലും അടുത്ത സീസണിൽ സാവിക്ക് പകരം ഹാൻസ് ഫ്ലിക്ക് ആയിരിക്കും ബാഴ്സലോണയുടെ കോച്ച്. എന്തായാലും ഫിനാൻഷ്യൽ എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹാൻസ് ഫ്ലിക്ക് അടുത്ത വട്ടം ബാഴ്സലോണയെ കളി പഠിപ്പിക്കാനായിട്ട് വരും. എന്തായാലും ഒരു മികച്ച തുടക്കം തനിക്ക് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.